അധിനിവേശ വിരുദ്ധ സമരനായകൻ മമ്പുറം തങ്ങൾ താമസിച്ചത് ഇവിടെയായിരുന്നു. മുട്ടിയറയിലും ചേരൂർ പടയിലും മുഖ്യനായകനായി ഏറ്റുമുട്ടിയ മമ്പുറം തങ്ങൾ നിർമ്മിച്ച പള്ളിയാണ് തിരൂരങ്ങാടി പള്ളി. ഇന്ന് പ്രൗഢി നശിച്ചെങ്കിലും ഗതകാല ചരിത്രം അവിടെ ഉറങ്ങുന്നു. ഇത് മേൽമുറി. ആലി മുസ്ലിയാസ് നടത്തിയതുകൊണ്ട് തന്നെ മേൽമുറിക്കാർക്ക് കലാപവുമായി ബന്ധമുണ്ട്. ബ്രിട്ടീഷ് പട്ടാളത്തിന് മേൽമുറിക്കാരെ ഭയം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഗൂർഖ പട്ടാളത്തെ അഴിച്ചുവിട്ട് ക്രൂരമായി ആക്രമണം നടത്തിയ സ്ഥലമാണ് ഇത്. 200-ലധികം മാപ്പിളമാരെ വെടിവെച്ച് കൊന്നതിൻ്റെ അടയാളങ്ങൾ അധികാരിത്തൊടി, കോണോംപാറ, ആലത്തൂർപ്പടി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഉണ്ട്. ആണുങ്ങളെ മുഴുവൻ തിരഞ്ഞു പിടിച്ച് കൊല്ലുകയും സ്ത്രീകളെ ബയണറ്റ് കൊണ്ട് കുത്തിരസിക്കുകയും ചെയ്ത ഈ കിരാത നടപടി അല്പം കടുപ്പമായെന്ന് ബ്രിട്ടീഷുകാർ തന്നെ പറയുകയുണ്ടായി. അവരുടെ ഏതാനും ഖബറുകളാണ് ഇത്. പൂക്കോട്ടൂർ. മലബാർ സമര ചരിത്രത്തിൽ പൂക്കോട്ടൂർ യുദ്ധം പ്രസിദ്ധമാണ്. യന്ത്രത്തോക്കിനും ബയനറ്റിനുമിടയിൽ മണിക്കൂറുകളോ മലബാറിലെ മാപ്പിള മക്കൾ ഏറ്റുമുട്ടി പൂക്കോട്ടൂരിലായിരുന്നു. അവരുടെ വിശ്വാസദാർഢ്യത്തിനു മുമ്പിൽ ബ്രിട്ടീഷ് പട്ടാളം പകച്ചുപോയതും ഇവിടെ തന്നെ. ആയിരത്തി 1921 ഓഗസ്റ്റ് 26. അന്ന് പൂക്കോട്ടൂരിൽ കറുത്ത ദിവസമായിരുന്നു. ബ്രിട്ടീഷ് പട്ടാളത്തിനെതിരെ ആഞ്ഞടിച്ച പൂക്കോട്ടൂർക്കാർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അധികാരികൾക്ക് മുമ്പിൽ മുട്ടുമടക്കാൻ പൂക്കോട്ടൂർക്കാർ തയ്യാറായില്ല. 3 മണിക്കൂർ നീണ്ട പോരാട്ടത്തിൽ 300ഓളം പേർ രക്തസാക്ഷികളായി. അവരെ മറമാടിയത് ഇവിടെയാണ്. ആയിരത്തി 1921 ജൂൺ 19 തിരൂരങ്ങാടിയിൽ ആലി മുസ്ലിയാരെ പോലീസ് ചോദ്യം ചെയ്യുന്നു. ജൂലൈ 28 കോവിലകത്ത് നിന്ന് തോക്ക് കളവുപോയി. ഓഗസ്റ്റ് 26 പൂക്കോട്ടൂർ യുദ്ധം. ഒക്ടോബർ 25 മേൽമുറിയിലെ ബ്രിട്ടീഷ് നരനായാട്ട്. 1921 അത് ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങുന്നില്ല. അതുതന്നെ വിവരിക്കാൻ പ്രയാസവും. എന്നാൽ ഈ സമരത്തെ മതഭ്രാന്താക്കി മാറ്റാൻ ശ്രമിക്കുന്നതാണ് ഇന്ന് നാം കാണുന്നത്. അന്നത്തെ പട്ടാളക്കാരൻ സർദാർ ചന്ദ്രോത്ത് എഴുതിയ ലേഖനത്തിൽ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയുടെ കുറച്ച് വാക്കുകളുണ്ട്. അവർ ഈ വാക്കുകളൊന്ന് കേൾക്കട്ടെ. അവർ ഹിന്ദുക്കളും നമ്മെപ്പോലെ കഷ്ടപ്പെടുന്നവരാണ്. ഞാൻ ഇന്നലെ ഒരു വിവരമറിഞ്ഞു. ഇത് ഹിന്ദുക്കളും മുസൽമാന്മാരും തമ്മിലുള്ള യുദ്ധമായി പുറം രാജ്യങ്ങളിൽ പറയുന്നുവത്രേ. നമുക്ക് ഹിന്ദുക്കളോട് പകയില്ല. എന്നാൽ ഗവൺമെന്റിനെ സഹായിക്കുകയോ ഗവൺമെന്റിന്റെ ആൾക്കാർക്ക് ഒറ്റിക്കൊടുക്കുകയോ ചെയ്താൽ നിർദ്ദയമായി അവരെ ശിക്ഷിക്കും. ഇത് മുസൽമാന്റെ രാജ്യമാകാൻ ആഗ്രഹമില്ല. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയെ ഇവിടെ വെച്ച് പട്ടാളം വെടിവെച്ച് കൊന്നു. ആലി മുസ്ലിയാരെ ഇവിടെ വെച്ച് അറസ്റ്റ് ചെയ്തു. ബെല്ലാരിയിൽ വെച്ച് ആലി മുസ്ലിയാർ അന്ത്യശ്വാസം വലിച്ചു. ലവക്കുട്ടിയും കുഞ്ഞലവിയും വധിച്ച ബ്രിട്ടീഷ് സേനാനായകന്മാരെ ഇവിടെയാണ് അടക്കം ചെയ്തത്. മാപ്പിള വിപ്ലവത്തിന് എതിര് നിൽക്കുകയും ബ്രിട്ടീഷ് അനുകൂല തരംഗം സൃഷ്ടിച്ച് മാപ്പിളമാരെ പീഡിപ്പിക്കുകയും ചെയ്ത
ഖാൻ ബഹദൂർ ചേക്കുട്ടിയെ വധിച്ചത് ഇവിടെ വെച്ചായിരുന്നു. ബ്രിട്ടീഷ് സർക്കാർ ചേക്കുട്ടിക്ക് വേണ്ടി നിർമ്മിച്ച സ്മാരക കിണർ. അവസാനത്തെ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ. മാപ്പിള പോരാട്ട വീര്യത്തിൻ്റെ സ്മാരകങ്ങൾ മഞ്ചേരി, മലപ്പുറം, തിരൂർ, പൂക്കോട്ടൂർ, ചേറൂർ ശുഹദാക്കൾ. ഇവിടെ ആലി മുസ്ലിയാർ സംഘം ചേർന്ന് പ്രാർത്ഥനയ്ക്കെത്തിയത് ബ്രിട്ടീഷുകാർക്ക് കലാപത്തിന് അവസരം നൽകി. വാഗൺ ദുരന്തത്തിൽ രക്തസാക്ഷികളായവരുടെ പേരും ജോലിയും സ്ഥലവും. ബ്രിട്ടീഷുകാർ അവർ നടത്തിയ കൂട്ടക്കൊലകൾക്കും നരനായാട്ടുകൾക്കും അവരെ സ്വയം നിരുത്തരവാദികളാക്കുന്ന പേരുകളാണ് സ്വീകരിച്ചത്. മലബാറിലെ മഹത്തായ സ്വാതന്ത്ര്യ സമരത്തെ മലബാർ ലഹള എന്നതിനു പകരം മലബാർ സ്വാതന്ത്ര്യ സമരം എന്ന് ഞങ്ങൾ വിളിക്കുന്നു. ജാലിയൻ വാലാബാഗിനേക്കാൾ ക്രൂരമായ വാഗൺ ദുരന്തത്തെ വാഗൺ കൂട്ടക്കൊല എന്നും ഞങ്ങൾ രക്തസാക്ഷികൾക്കു വേണ്ടി തിരുത്തി വിളിക്കുന്നു, അല്ല ശരിക്ക് വിളിക്കുന്നു.